ഏറ്റവും സിമ്പിളായിട്ട് അവക്കാഡോ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നന്നായിട്ട് പഴുത്തൊരു അവക്കാഡോ എടുക്കുക, നടുക്കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ കുരു മാറ്റി പൾപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്തായാലും കേടൊന്നും കൂടാത്ത നല്ല അടിപൊളി അവക്കാഡോ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പഴുത്തോണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഷുഗർ കട്ടൊക്കെ ഉള്ളവർക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹണിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഒരു വലിയ ഗ്ലാസ് പാല്, തണുത്ത ഫ്രിഡ്ജ് വെച്ച് കട്ട പാലെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഇത് ഞാൻ തണുത്ത പാലെടുത്ത് അതൊരു പകുതിയെ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു പിഞ്ച് സാൾട്ട്, അതെന്തായാലും ചേർക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു ഘടകം. ഇനി മിക്സി നിർത്തി അടിക്കുക, ഒറ്റ അടി അടിക്കാതെ നിർത്തി അടിക്കുക. അപ്പം നന്നായിട്ട് ബ്ലെൻഡായിട്ട് കട്ട ഒന്നും കൂടാതെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടും. ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അവക്കാഡോ കിട്ടുമ്പം എല്ലാവരും വീഡിയോ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരട്ടെ. ഇനിയിപ്പം അതിൽ കട്ടയൊന്നും ഉണ്ടാവില്ല. ഒന്ന് മിക്സി തുറന്ന് ഒന്ന് കലക്കി നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നോക്കാം. കണ്ടോ, കട്ടയൊന്നും കെട്ടാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി മുകളിലായിട്ട് തൂക്കി കൊടുക്കാം. ഇത് ഈ ഒരു കളർ, ഇത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അമ്പോ പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും സിമ്പിളായിട്ടൊരു അവക്കാഡോ ഷേക്കിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.